ക്യാരറ്റ് ബുള്ളറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ കുറച്ച് മല്ലിയില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, ഒരു നുള്ള് ജീരകം, ഇത്ര എടുക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് കടലപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഇനി നമ്മളിത് എല്ലാം കൂടി ഇതുപോലെ പൊടികളിലോട്ട് നമ്മൾ ചേർക്കുക. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രേറ്റഡ് ക്യാരറ്റും മഞ്ഞൾപ്പൊടിയും മല്ലിയിലയും പച്ചമുളകും, കുട്ടികൾക്ക് ആണെങ്കിൽ പച്ചമുളക് വേണ്ട കേട്ടോ, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മല്ലിയിലയും ഒക്കെ ഇതിലോട്ട് ഈ പൊടികളിലോട്ട് ഇതുപോലെ ചേർക്കാം. ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് കുഴയ്ക്കുക. നമ്മൾ പരിപ്പ് വടയൊക്കെ ഇങ്ങനെ വെള്ളം കുറച്ച് ചേർക്കണോ അതുപോലെ ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പരുവം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അധികം വെള്ളം ആവരുത്. ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു ഇത്തിരി വെള്ളം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഇതുപോലെ നന്നായിട്ട് തടവുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ മാവ് നമ്മൾ തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളെപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ മാവിൽ തൊടുമ്പോഴും എണ്ണ പുരട്ടിയിട്ട് മാത്രം ഇതുപോലെ കുറച്ച് മിക്സിയിൽ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഉരുളകളാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ബുള്ളറ്റ് ഷേപ്പ് ആക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഷേപ്പ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് മാത്രം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ചൂടായ ഓയിലിലോട്ട് നമ്മൾ റെഡിയാക്കിയ ഇങ്ങനത്തെ ഷേപ്പ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലായിരുന്നു ആദ്യം ഞാൻ എണ്ണ ചൂടാക്കാൻ ഇട്ടിരുന്നത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉൾവശം വേവാതെ, അതായത് നന്നായിട്ട് മൊരിയാതെ നമ്മൾ ഇടുമ്പോൾ അടുത്തത് ഇടുമ്പോഴേക്കും ഇത് പെട്ടെന്ന് നമ്മുടെ പുറം വശം കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇടുക. അപ്പോൾ ഇതൊരു 1/4 ഭാഗത്തോളം മാത്രമാണ് മൊരിഞ്ഞു വന്നിരിക്കുന്നത്. നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി തിരിച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ ആ ഉൾവശം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ. ഈ നിറാവുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് കെച്ചപ്പും അതുപോലെ തന്നെ മുളക് ചട്നി അല്ലെങ്കിൽ കൊറിയാൻഡർ ചട്നി ഇതിനൊക്കെ ഒപ്പം ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഈ സ്നാക്ക് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ബൈ ബൈ.